ആരും വന്നില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അങ്ങേര് വരത്തില്ല. അങ്ങേര് പോത്തിനെ കണ്ടെത്തി നഴിച്ചോണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ ഒന്ന്. കളിക്കും ബാറ്റിൽ പിന്നെ എങ്ങനെ കളിക്കും? അത് തന്നെ ഞാൻ പറയാം. നിന്നോട് പറഞ്ഞാൽ കേൾക്കുമല്ലോ, നിനക്കല്ലേ കളിച്ചോളാൻ വയ്യാത്തത്. ഞാൻ പറയണതേ അങ്ങനെ ബാറ്റുള്ള അങ്ങനെ ഇത്രയും ജാടാ. ഒരു പുതിയ ബാറ്റങ്ങ് വാങ്ങിച്ചാലാടാ. മേടിക്കാളിയാ മേടിക്കാം. ഒരു 1000 രൂപ ഞാൻ ഷെയർ ഇടാം ബാറ്റ് വാങ്ങിക്കാൻ വേണ്ടി. എത്ര? 1000 രൂപ. ആദ്യം നീ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് നിന്റെ വീട്ടിലെ കക്കൂസിന്റെ ഫ്ലക്സ് വാതിലൊന്നും മാറ്റി. ഒറ്റ സ്ഥാനാർത്ഥി ചിരിച്ചു തൊഴുതോണ്ടിരിക്കുക. അങ്ങനെയല്ല, ഇതാണ് കുഴപ്പം. സപ്പോർട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ കയറി പോകൂല. ഏതെങ്കിലും കളിച്ച് കയറിപ്പോയി സഞ്ജു സാംസൺ വരെ വളരൂലായിരുന്നു. വായിക്കാത്തിട്ട് അടിച്ചു കേട്ടോ. സഞ്ജു സാംസന്റെ നിന്നെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി സഞ്ജു സാംസനെ നിന്നെ കൂടെ ഉപയോഗിച്ചാൽ ഈ സൈക്കിൾ കയറ്റി നിന്നെ വല്ല കൊക്കയിലും ഞാൻ കൊണ്ടുവന്ന് കളയും കേട്ടോ. ഞാൻ പറയാം, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇന്നലെ നമ്മളോട് കളിച്ചല്ല, അപ്പൊ നീ ആ രമേശ് അടിച്ച ബോൾ എന്തുണ്ടാ ക്യാച്ച് കളഞ്ഞത്? സിമ്പിൾ ക്യാച്ച് ആയിരുന്നല്ലേ, പിടിക്കായിരുന്നല്ലേ. രമേശിന്റെ ക്യാച്ച് എന്താണ് നീ കളഞ്ഞത്? രമേശന്റെ പെങ്ങളും ഞാനായിട്ട് ചെറിയ ലൈനാണ്. അതിന് അഥവാ കല്യാണം നടക്കുകയാണെങ്കിൽ പെണ്ണി വയ്ക്കാൻ ചെന്നാൽ അവൻ ഈ ക്യാച്ചിന്റെ വാശി ഇട്ട് കഴിഞ്ഞാൽ കല്യാണം പൊളിയോ? അങ്ങനെ അങ്ങനെ ഞാള് കുറെ മിടുക്കലാണ് കേട്ടോ. ബാറ്റിൽ അത് എങ്ങനെ കളി ബാറ്റില്ലാതെ നടക്കുമെന്നല്ലേ. ഇതെന്തുവാ ബാറ്റിന്റെ ചരട് കേട്ടോ? വേറൊന്നുമല്ല, രാവിലെ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ച് കെട്ടിയതാണ്. ഇന്ന് മുതൽ നല്ല സിക്സ് ആയിരിക്കും അടിച്ചു. ഇന്നലത്തെ ടീം തന്നെയാണ് ടോസർ. ടോസ് വേണ്ട, ഈ ബാറ്റ് എന്റെയാണ്. ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യും, കളിക്കോളും. എന്താടാ നീ അടിക്കല, നീ എറിയടാ. എറിഞ്ഞു കഴിയുമ്പല്ലേ ഫാസ്റ്റ് തന്നെ ഒറ്റ സിക്സ് അടിക്കും. ആ തെങ്ങിന്റെ മണ്ടേ പോവും. അപ്പൊ നീ കരയരുത് കേട്ടാ. ഒറ്റ മിനിറ്റ്. എടേ, നമ്മുടെ ടൗണിലെ ഒരു ഫ്ലഡ് മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് പോയാലോ? ആദ്യം പകൽ വെളിച്ചത്തെ ആ ബോൾ നിങ്ങളൊന്ന് കാണി, എന്നിട്ട് ഇരുപത്ത് പേരൊന്ന് കാണാം. ഓക്കേടാ, വാ തുടങ്ങാം. ഇതൊക്കെ ഊരി പോവോ ഇത്? ബോള് ഞാൻ സിക്സ് പോയെന്ന്. സിക്സ് അല്ലേ, കുറെ നാളുകൊണ്ട് വിചാരിക്കാണ് കേട്ടോ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റുണ്ട്. അമ്മച്ചി കഴുകിയിട്ട് ഇത് ഉണങ്ങിയില്ല. എന്നിട്ട് നിനക്ക് 2-3 പ്രാവശ്യം വീശുവാണെങ്കിൽ ഇത് ഇവിടെ കിടന്നങ്ങ് ഉണങ്ങും. അടിച്ച് നിന്നെ പെരപ്പുറത്തേറ്റും. ഇതിനെത്തി പറഞ്ഞു വിടാം, തലയ്ക്കാനോട്ട് എറിഞ്ഞു. ഞാൻ കളിക്കും സിക്സോട് സിക്സ്. ഔട്ടല്ല, ഔട്ടാണ്. പന്ത് സ്റ്റെമ്പെ കൊണ്ടില്ല, ഞാനാണ് വീണത് സ്റ്റെമ്പിലേക്ക്. ഔട്ടല്ല, ഔട്ടല്ല. അണ്ണാ ഹിറ്റ് വിക്കറ്റ്, ഹിറ്റ് വിക്കറ്റ്. ഔട്ടല്ലേ? ഹിറ്റ് വിക്കറ്റ് ഒന്ന്. ഞാൻ എന്റെ ബാറ്റ് എടുത്താൻ വേണ്ടി മേലാലിനൂടെ കളിക്കാൻ പറ്റും. മേലാൽ ക്രിക്കറ്റ് കളിനെ പറ്റി എനിക്കറിയാം. ക്രിക്കറ്റ് കളിനെ പറ്റി എല്ലാം എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. എല്ലാം അറിയാം. ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എനിക്കറിയാം, എല്ലാം അറിയാം. എന്താ പറയാ, കഴിഞ്ഞ ആഴ്ച ടൂർണമെന്റ് പോയപ്പോഴത്തേക്ക് ഫ്രീ ഹിറ്റ് ബോൾ കിട്ടി. നിങ്ങൾ എന്താ അടിക്കാത്തത്? ഫ്രീ കിട്ടി ഞാൻ അടിക്കില്ല. എന്തെങ്കിലും തന്നാ മാത്രം അടിക്കും. എനിക്കാരും ഓശാരം വേണ്ട. ഫ്രീ കിട്ടി അടിക്കില്ല ഞാൻ. കാറിൽ വന്നവിടെ കാറിൽ വന്നേരതോടെ. ഒറ്റ മിനിറ്റ് സഹോദര, കാറൊന്നും മാറ്റിയിടാൻ പറഞ്ഞേ. ചിലപ്പോ ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാലേ പ്രശ്നം അതാണ്. ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടും, പ്രശ്നം അതാണ്. കാറ് മാറ്റിട്ട് അവിടെ തന്നെ ഇട്ടോ, സേഫ് ആണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് ഒരിക്കലും ചില്ല് പൊട്ടൂല. ഇങ്ങനെ ബോൾ എടുത്ത് എറിഞ്ഞാൽ പോലും അങ്ങോട്ട് വരൂല. അതാരടത്? ബാബു സാറിന്റെ മോൻ. ബാബു സാറിന്റെ മോനല്ലേടത്? ഓ, ഉണ്ണിക്കുട്ടായി ബാംഗ്ലൂർ ക്രിക്കറ്റ് കളിക്കാൻ പോയല്ലോ. ക്രിക്കറ്റ് കളിക്കാൻ പോയല്ല, ഇപ്പം എന്തോ കോച്ചാണ്. എന്തൊരു അണ്ടർ 19 അങ്ങനെ. ഓ, അവിടെ ഏതാ സ്കൂളിലാണ്? മനസ്സിലായത്? കോച്ചാണ്. അണ്ടർ 19. ഞാനിവിടുത്തെ മെയിൻ കളിക്കാരനാണ്. ചെറിയ ജാടയൊക്കെ ഉണ്ട്. അണ്ടർ 19. ഞാനിത് അണ്ടർ 19. ഓക്കെ, ഞാൻ 100. എന്തോന്ന്? 100
ഞാൻ നിങ്ങളെ നിക്കറിന്റെ സൈസ് അല്ല പറയേണ്ടത് അണ്ടർ 90 അണ്ടർ 19 ക്രിക്കറ്റിന്റെ ഇതാണ് പിന്നെ 95 96 ഉപയോഗിക്കും ലൂസ് ആണെന്നുള്ളതുണ്ട്. അയ്യോ എന്നിട്ടും മനസ്സിലാവണല്ലോ ഇത് ഇങ്ങോട്ട് വാ. അണ്ടർ 90 എന്ന് പറഞ്ഞ ക്രിക്കറ്റാണ്. എനിക്കറിയാം. എനിക്കറിയാം നീ എന്താ ഈ അങ്ങനെ സംസാരിക്കുക അറിയാൻ പാടില്ല പുള്ളിയുടെ ചെയ്യൂന്നാണ് നിന്നെ എനിക്കറിയാലോ. കളിയൊക്കെ നിർത്താത്തത് സമ്മതിക്കണം. ടീമിന്റെ പേരെന്തോന്നു ഇപ്പൊ? നടേശൻ 11. നടേശ് ഇലവനാ? ഈ നടേശനെ ബാറ്റുള്ളൂ അതുകൊണ്ട് അങ്ങേരെ 11 നമ്മുടെ ചരടും കെട്ടിയിരിക്കണ ഓക്കെ, അപ്പൊ സന്തോഷം. ഇല്ലടാ വാടാ കളിക്കണം. ഇവിടെ വന്നെന്ത്? ഇവിടെ അല്ല, എന്റെ അമ്മൂമ്മേരെ കൂട്ടുകാരിയിൽ എലീന അമ്മൂമ്മ, അവരെ ഷഷ്ടി പൂർത്തിയപ്പോ ഉണ്ണാൻ വിളിച്ച. നമ്മളോടെ കളിക്കൂ. നമ്മളോടെ നിങ്ങൾ കളി, കളിക്കണം ഒന്ന് കളിക്കൂ. ഒരു കളി കളി. അല്ല നിങ്ങൾ കളിക്കാൻ. വാടാ ഒന്ന് കളിച്ചിട്ട് വാടാ, വാടാ രസമല്ലേ. വലിയ പുല്ലുള്ള ഗ്രൗണ്ടിലെ കളിക്കുള്ളൂ. നമ്മളോട് കളിക്കൂലേ? വലിയ കോച്ചല്ലേ അവൻ? അല്ല കളിക്കാം. കളി. ആ പരിസരത്ത് അതിന്റെ കാറ്റ് കൊണ്ട് നിങ്ങൾ ചാവും. മാറിയില്ല അങ്ങോട്ട്. ഇത് എന്റെ ബാറ്റാണ്. തൊട്ട 6 ആണ്. സൊട്ട 6. പക്ഷേ ഈ പുള്ളി തൊട്ട ഔട്ടാണ്. പോടാ. ഓക്കെ, അണ്ണാ അവിടെ 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 ഫീൽഡ് ഞാൻ അവിടെ അവിടെ അവിടെ. എനിക്കറിയാടാ നര. ഓക്കെ അണ്ണാ. ഓക്കെ. നീ എറിയട്ടാ? Come on. എന്ത് എന്താ? കമോണെന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ ബോൾ നല്ല രീതിയിൽ കണക്ട് ആവുന്ന നമ്മൾ ഇങ്ങനെ പറയില്ലേ, കമോൺ. ആ കമോൺ അങ്ങനെയായിരുന്നു. ഞാൻ വിളിച്ച എന്നെ വിളിച്ച കമോൺ അല്ലേ, വേറെ കമോൺ. നിനക്ക് ഒരു മണ്ടെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? കമോൺ ഒന്നുമില്ല കേട്ടോ, ഒരു അർത്ഥമില്ല. അറിയാം. കൊട്ടി കളിക്കുമല്ലോ. അല്ല, ഇനി അടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടുമോ നോക്കിയത്. അണ്ണാ അങ്ങോട്ട് 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 അങ്ങോട്ട്. എടാ അപ്പുറത്തെ പണയിലങ്ങനെ പിടിച്ച് നിർത്തണ. ഡൽഹിയിലേക്ക് വിടോടെ നീ. നീ ഇല്ലെന്ന്. ആരടാ അമ്മൂമ്മയുടെ ചില്ല് പൊട്ടിച്ചത്? അയ്യോ കാര്യങ്ങളുള്ള സൈക്കിൾ എടാ ഇന്ദിര അമ്മൂമ്മ നിന്നെ റെഡിയാക്കും. വക്കീല് വാസുള്ള മാമന്റെ വീട്ടിലോട്ടാണ് നീ ഇത് അടിച്ചിട്ടേക്കണം. അണ്ണന്റെ ബാറ്റല്ലേ അണ്ണൻ വെച്ചോ. എനിക്ക് ആരടാ എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിട്ടത്? ആരടാ വിട്ടത്? നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഇവിടെ കിടന്ന് കളിക്കാൻ എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിടരുതെന്ന്. നീയൊക്കെ കാരണം എത്ര ജനാലേറെ ചില്ലെന്നറിയാമോ അടിച്ചിട്ടേക്കുന്നത് അവിടെ? നീ ഒരൊറ്റ ഒരുത്തനാണ്. നിനക്ക് 10-45 വയസ്സായില്ലടാ. പെണ്ണും കെട്ടി ഒരു കൊച്ചുള്ളത് എന്നെ. നീ ഇവിടെ വന്ന് കിടന്ന് ഈ പിള്ളേരെ കൂടെ കിടന്ന് കളിക്കേണ്ട വല്ല കാര്യമുണ്ടാ? 10-45 വയസ്സായവൻ. 40 വയസ്സായി ഇഷ്ടം പോലെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു. ആരാ കളിക്കണത് 45 വയസ്സ്? ധോണി. ആ ധോണി കളിക്കുന്നത് ക്രിക്കറ്റ് കളി. നീ കളിച്ച അത് കാള കളി. ഇവിടെ നിന്റെ അച്ഛൻ അവിടെ പോത്തിനെ കെട്ടാൻ പോകുമ്പോ ഞാൻ നിന്റെ തന്തേരെ അടുത്ത് പറയണം നിന്നെയും കൂടെ കൊണ്ടുപോയി കെട്ടാൻ. അവന്റെ ഒരു ഡെപ്പി വയറും. ഇത് ആരെ പാൻറ്റടാ? ഇത് ആരെ പാൻറ്റ് എടുത്തിട്ടേക്കണത്? പെങ്ങടെ മോക്കടെ. അതെങ്കിലും നീ സ്വന്തമായിട്ട് ഇടറാ. അതെങ്കിലും നീ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്. അവൻ നിൽക്കാൻ അവന്റെ ഒരു പോലെ. നിനക്ക് നാണം ഉണ്ടാടാ? നിനക്ക് നാണം? അവൻ കളിക്കാൻ നടക്കണ്. കളിക്കാൻ മക്കളെ ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എവന്റെ കൂടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിടരുതെന്ന്. മക്കളെ നിനക്കൊക്കെ കേൾക്കണോ? നമ്മളെ കിണറ്റിനകത്തുനിന്ന് വെള്ളം കോരുമ്പോ ഓരോ തൊട്ടി വെള്ളം കയറ്റുമ്പോഴും ഓരോ പന്തതിനകത്ത്. അത് മാത്രോ മെനഞ്ഞാന്ന് എന്റെ മാപ്പിള വയ്യാതെ കിടക്കണ എത്ര കൊല്ലായി നിനക്കറിയാല. അങ്ങേരെ വാക്കകത്ത് ഞാൻ ഗുളിക ഇടാൻ വേണ്ടി വാ തുറന്നപ്പോ അതിനകത്ത് പന്തടിച്ച് കയറ്റി വെച്ചേക്കും. നീ എവിടേക്കാണ് പന്തടിച്ച് കയറ്റുന്നത്? നീ എവിടേക്കടിച്ച് കയറ്റുന്നത് പന്ത്? നിക്കണൊക്കെ അവൻ ഡെപ്പി വയറും വെച്ചോണ്ട്. ജോലിക്ക് കൂലിക്ക് പോടാ. നീ പോ ജോലിക്ക്. പന്തടിച്ച് കയറി. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ ആരെങ്കിലും പന്തടിച്ച് കയറ്റിയ ഞാൻ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. പറഞ്ഞേട്ടാ എവര് പറഞ്ഞ് മനസ്സിലാക്കും. മര്യാദ പറഞ്ഞു വിലക്ക്. മര്യാദ പറഞ്ഞ് ചെറുക്കന് അവൻ പന്തടിക്കാൻ നടക്കണവൻ. മര്യാദ പറഞ്ഞു വിലക്ക്. അവൻ പന്തടിക്കാൻ നടക്കണവൻ. പന്ത് കളിക്കാൻ സമാധാനമില്ലടാ. ഒറ്റിക്കൊടുപ്പ് സമാധാനമില്ല. തലയുടെ വാലിക്ക് മൊത്തം ഞാൻ കേട്ടോ. നിങ്ങളുടെ പറ്റൂ. ബോൾ പോയി. അല്ല വേറെ ഇത് പുത്തരി ഇത് ഇന്നും നമ്മളെ വേറെ കേസ് ഉണ്ട്. അണ്ടർ 90 ഇവിടെ. അണ്ടർ 90 എവിടെ? അണ്ടർ 90 ഇത്ര വിഷയം. അവൻ അൺറോഡ് ഓടിപ്പോയി. അവൻ അന്വേഷിച്ചോടെ പോന പറയട്ടെ.
ഇന്ദരടി അടിച്ചത് അവിടെ അടിച്ച ഔട്ടാണ്. അത് പറയണ്ടേ? നമ്മളെ റൂൾ അങ്ങനെയാണ്, അവിടെ അടിച്ച ഔട്ടാണ്. അങ്ങനെ കൊണ്ടാ ഇവിടെ ഉരുട്ടി അടിച്ച 4 പൊക്കി അടിച്ച വിക്കറ്റ് അതാണ്. അത് എനിക്കറിയായിരുന്നു. ഇപ്പൊ എന്നേറ്റ തള്ളു ഉരുട്ടിയാണ് ഇവിടെ അത് പിന്നെ ഡെയിലി ഉള്ളതാ പുള്ളിക്ക്. ബോളില്ല, ഓള് പോയി, ബോൾ അമ്മച്ചി കൊണ്ടുപോയി. അത് തരൂല ഇനി ചോദിച്ചാ. പിന്നെ അങ്ങോട്ട് ചെല്ലങ്ങോട്ട് ചോദിക്കാനായിട്ട് ഇപ്പൊ വേഷം കിട്ടിയിട്ടേക്ക്. ഒരു കാര്യം ചെയ്യാം. എന്റെ ഒരു ബോൾ ഉണ്ട് വണ്ടിക്കകത്ത്. പക്ഷെ അത് പ്രശ്നം എന്താ അറിയാമോ? അത് ഈ നോർമൽ ബോൾ അല്ല, അത് ക്രിക്കറ്റ് ബോളാണ്. നമ്മള് കളിക്കുന്ന ക്രിക്കറ്റ് അല്ലേ, ആ ബോളിനെ അല്ല അത് ഞാൻ കിരണേ പന്ത് കറ ഇങ്ങട്. പിന്നെ ഫുട്ബോൾ കൊണ്ടായിരുന്നു ക്രിക്കറ്റ്. ഇതെന്താ അറിയോ? ഇത് തൊട്ട് നോക്ക്. ഓ കണ്ട ഇത് നമ്മള് കല്ല് കണക്കിരിക്കണ്ടാണ്. അല്ല അതാ പറഞ്ഞത്, ഇത് നോർമൽ മറ്റേ റബ്ബർ ബോൾ അല്ല, ഇത് ക്രിക്കറ്റ് ബോൾ, സ്റ്റിച്ച് ബോൾ എന്ന് പറയും, ക്രിക്കറ്റ് ബോൾ. ഇത് വെച്ചാണ് അടിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് എല്ലാരും 6 ഒക്കെ അടിക്കുന്നത്. ഇത് വെച്ചാണ് യുവരാജ് സിംഗ് 6 6 അടിച്ചത്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് എടുത്ത് വരും. അയ്യോ വെള്ള അലുവല്ല തിന്നാ മുണ്ടായി. അല്ല വേറെന്താ അറിയാമോ? ഇത് കളിക്കണമെങ്കിലേ നമ്മള് പാഡൊക്കെ വേണം. പാട് വേണോ? പാഡ് വേണം. ദാണ്ട നിക്കണ പാട്. പാടല്ല പാഴ്, ലോക പാഴ്. അല്ല അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ സേഫ്റ്റി ഗാർഡൊക്കെ വെക്കൂലേ ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ച് പാഡ് ഇതൊക്കെ വെച്ച് കളിക്കൂലേ? നമുക്ക് അതൊക്കെ വെച്ച് പിന്നെ കളിക്കാം. അല്ല അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണേ കേട്ടോ. വേറെ പ്രശ്നമൊന്നും പറ്റില്ലേ? അത് ഭയങ്കര കട്ടിയുള്ള ദേഹത്തൊന്നും കൊള്ളല്ലേ. പുള്ളി പറഞ്ഞു എന്ത് സാധനം പറഞ്ഞു? ഒരു ചിരട്ട എടുത്ത് വെച്ചോണ്ട് വരാം പാഡിന് വരും. ഞാൻ പോട്ടാ, ഞാൻ പോട്ടോ. വിളമ്പി വെച്ചപ്പോഴാണ് ഞാൻ എണീറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകണം കേട്ടോ. അമ്മച്ചി നോക്കി പോണം. നോക്കാം. സേഫ്റ്റി പാഡ് ഉണ്ടായതാ ഓരോ അലക്കിയിട്ടേക്കണം, അതുകൊണ്ടാണ്. കൊള്ളാം കേട്ടോ. അളിയാ അളിയ ഒന്ന് നാളെ ഞാനൊന്ന് റേറ്റളിയാ, ഞാനൊന്ന് റേറ്റളിയാ. സേഫ്റ്റി കുഴപ്പമില്ല നമ്മള്. ഓ അണ്ണാ ഈ ബോളൊന്ന് ബാറ്റ് ചെയ്യട്ടെണ്ണ. അണ്ണ വാടാ വന്നല്ല. ഞാൻ ബാറ്റ് ചെയ്തോളാം. ആര് ബാറ്റ് ഞാൻ ബാറ്റ് ചെയ്തോളാം. ഇന്ദിര അമ്മച്ചിയെ വിളിക്കട്ടെ. അമ്മച്ചി അങ്ങനെ ബാറ്റ് ചെയ്യണോ അമ്മച്ചി? കാല് കയറ്റി കളിക്കല്ലേടാ. കണ്ണാ അയ്യോ ഉമേഷ് നിന്നോട് അറിയാൻ പറഞ്ഞാ അവനെ കൊന്നോളൂ. നീ തലക്കറിഞ്ഞ് നീ കൊന്നോളവനെ. ഉമേഷ് കൃത്രിമ ശാസം തന്നോടാ. വലിയ സന്തോഷമുണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടാൻ പറ്റിയതിൽ. എന്തായാലും നമുക്കിപ്പം കുറെ കപ്പെല്ലാം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞാണ് അവനെ തലക്കറിയില്ലെന്ന്. ആ പന്തങ്ങനെ വായിക്കാത്ത ഉമേഷേ 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 വെള്ളം എവിടെ? എവിടെ വെള്ളം? ഉമേഷേ ഞങ്ങളോട് പറഞ്ഞിട്ട് ചവനടാ. അയ്യോ വെള്ളം കുടിയടാ, വെള്ളം കുടിയടാ, വെള്ളം കുടി. നല്ല വെള്ളം തന്നെയാടാ. ഓക്കെടാ, ഓക്കെല്ലേ, ഓക്കെല്ലേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാരാണ്. അവരാണ് എൻ്റെ ഇഷ്ടക്കേട് തന്നെ സഹായിച്ചിട്ടുള്ളത്, ഇതിനകത്തുള്ള ഓട്ടോ ചേട്ടന്മാർ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താടാ ഇതിങ്ങനെ ഇതിങ്ങനെ എനിക്കെന്താ ഇങ്ങനെ? അയ്യോ സഞ്ജു സാംസൺ. അയ്യോ സഞ്ജു ഇവ ഇങ്ങനെ സഞ്ജു സാംസൺ. അയ്യോ സഞ്ജു സാംസൺ ഇവിടെ. ഇവന്റെ സഞ്ജു സാംസൺ നിങ്ങളല്ലേ ചേട്ടാ? ഞാൻ ചെയ്തില്ല. എന്റെ പറമ്പ് ഇവിടെ തേങ്ങ എവിടെ? എനിക്കിപ്പൊ എന്റെ തേങ്ങ കിട്ടണം. എവിടെ വീണ്? ഇവിടെ എവിടെയോ എന്റെ തേങ്ങ വീണ്. തേങ്ങയല്ല വീണത്, പിന്നെ ആളാണ് വീണത്. ആരടാ യവനായി അടിച്ചെള്ളിട്ടത്? ആരടിച്ചെള്ളിട്ടത്? നീ പറയുന്നടാ എനിക്കറിയാം യവൻ തന്നെ. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാടാ ഇവിടെ കിടന്ന് കളിക്കരുതെന്ന്. നീ കമ്പട് കളിക്ക് പോടാ നീ, അല്ലെങ്കിൽ ഇതിനെ തീറ്റിക്കാൻ പോടാ നീ. നീ എന്താ ഇവിടെ കിടന്ന് കാണിക്കുന്ന? നീ ആ ചെറുക്കനെ വിളിച്ച് ഞാൻ നോക്കിക്ക, ഞാൻ വിളിക്കട്ടെ ഞാൻ. മക്കളെ എടാ എണീരടാ, എണീര് നീ മക്കളെ. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യൻ ടീമിൽ പോണത് നമ്മൾ ഷോൺ ജോർജാണ്. അദ്ദേഹമാണ് ഇനിയിപ്പോൾ കളിക്കാൻ പോകണം. നല്ല പയ്യനാണ്, വെട്ടുകാടുള്ള പയ്യനാണ് ഷോൺ എന്ന് പറയുന്ന പയ്യൻ. കിടിലൻ പയ്യനാണ് കേട്ടോ. പിന്നെ അവനാണ് ഇനിയിപ്പം ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവന്റെ തലേക്ക് അടിച്ച് പോയെന്ന് തോന്നുന്നു. നിന്നെ ഒറ്റ ഒരുത്തനാണിപ്പോ ഇറങ്ങിട്ടേക്കുന്നത് യവനെ. പോലീസിനെ വിളിക്കട്ടാടാ, പോലീസിനെ വിളിച്ചാ
ഒന്നായി ചെറുക്കൻ. അല്ല മതി വേറെ അണ്ടർ 19 അണ്ടർ 19 അണ്ടർ 19 അണ്ടർ ഇടാ അവന്റെ ഉണ്ണി എടാ ഉണ്ണി വാടാ ഉണ്ണി എടാ വാടാ ആരെന്നാ ചക്ക എടുത്തിട്ടത്? ചക്ക എടുത്തിട്ടല്ലടാ എറിയുണ്ട് വീണ് എറിഞ്ഞ് എന്റെ അമ്മേ. അണ്ണാ 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 പക്ഷേ ആ എണീരണ്ണ എണീര്. ഞാനാണ് എറിഞ്ഞത് അല്ലെങ്കിൽ തള്ള വിശ്വസിക്കില്ല, ഉറപ്പ്. ഞാൻ എറിഞ്ഞത്, ഞാൻ തന്നെ എറിഞ്ഞത് അല്ലെങ്കിൽ തള്ള വിശ്വസിക്കില്ല. ഇനിയിപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലാണ് കളിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ചാരുവൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് തരാറുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അല്ല ഇതൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഈ ബോളെ സഞ്ജു 6 അടിച്ച ബോളാണ്. അതാണ് സഞ്ജു കേറിയത്. പിന്നെ ഇത് ഇപ്പൊ ശരിയാക്കിലേക്ക് ഇനി സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മ ഇശാൻ കിഷനൊക്കെ വരും. ബോൾ വന്നാ വലിച്ചടിക്കാൻ തോന്നുന്നു. അതേ ഇപ്പൊ വലിച്ചോണ്ടിരിക്കും. കൊടുക്കട്ടാന്ന് ഇല്ല ഇപ്പൊ 3 പുറത്തിറക്കി വിടാം. അവിടെ പിടിച്ച് വേണം അല്ലേ? അത് പോയി. അതിനൊരു തീരുമാനായി. ഉണ്ണിക്കുട്ട ഓ എപ്പോ വന്നടാ നീ? കുറേ ആയി. ഉണ്ണിക്കുട്ടായി ഉണ്ണിക്കുട്ടൻ വന്നാ നേരത്തെ വന്നായിരുന്നു ഉണ്ണിക്കുട്ടൻ. നമ്മള് കളിക്കണ്ടേ? കളിയൊക്കെ തുടങ്ങണ്ടേ? ഞാനുണ്ട്. അയ്യോ അമ്മച്ചി, അമ്മച്ചി സത്യമായിട്ട് ഞാനല്ല ബോൾ അടിച്ചത്, ഇവനാണ് ബോൾ അടിച്ചത്. അമ്മച്ചി ഞാനല്ല ബോൾ അടിച്ചത്, ഇവനാണ് ബോൾ അല്ല അതൊക്കെ കഴിഞ്ഞു. അത് വേറെ പ്രശ്നം. എല്ലാം ഒന്നുമില്ല. ചുമ്മാ ബോൾ അടിച്ചത് ഇവനാണ്, ഞാനല്ല. ഞാനേ ഒരു കാര്യം ചെയ്യട്ടാ, ബോള് ഞാൻ കൊണ്ടുപോവാണ്. ഓ ദൈവം ഏത് ശത്രുക്കളുടെ അടുത്ത് പോലും ഇങ്ങനെ കാണിക്കരുത് കേട്ടാ. കേട്ടാ ഞാൻ കൊണ്ടുപോവേണേ, ഇല്ലെങ്കിൽ ഇത് മണ്ടയ്ക്ക് അടിച്ച് ആരെങ്കിലും എറിഞ്ഞു കൊല്ലും അവൻ. പോട്ടെ. കല്ല് കണക്കത്തെ പന്ത് തലയിൽ കൊണ്ടു. ഓ ഇവനിപ്പോ എന്തൊരു പറ്റിയത്? ഇവനെന്തോരം പറ്റി? ഇവര് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കണക്കത്തെ പന്ത് വന്ന് തലയെ കൊണ്ടത് തന്നെടാ. മക്കളെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോ കല്ല് കണക്കത്തെ പന്തൊക്കെ കൊണ്ട് കളിക്കാമോ? അമ്മച്ചിന്റെ അവിടെ ഒരു ചാക്ക് നിറച്ചിരിക്കും നല്ല പുതുപുതാവുള്ളത്. അത് എടുത്തോണ്ട് തരാം. എടുത്തോണ്ട് വരാൻ ആ നിങ്ങൾ ഇവിടെ കിടന്ന് കളിച്ച് വേണം വലിയ സഞ്ജു സാംസനെ പോലെ വളരണ്ടേ നിങ്ങള്. സഞ്ജു സാംസനെ പോലെ. അമ്മത്തേക്ക് സഞ്ജു സാംസനൊക്കെ അറിയാവോ? അതെന്തൊരു വർത്താനോടാ നീ പറയണത്? സഞ്ജു സാംസൺ അറിഞ്ഞൂടാത്ത മലയാളി ഉണ്ടാ ഈ അതുപോലെ നിങ്ങൾ വരണം. അമ്മച്ചി ധൈര്യമായിട്ടിരി. നിങ്ങളെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് ബാക്കി എല്ലാരും സഞ്ജു സാംസനാവും. അപ്പൊ ഞാൻ പോയി പന്തെടുത്തോണ്ട് വരാം മക്കളെ. പോയിട്ട് വരാമേ. അല്ല ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, നമുക്ക് ജേഴ്സി അടിക്കാന്ന് പറഞ്ഞില്ല, അരുണ് ജേഴ്സി കൊണ്ട് വരാന്ന് പറഞ്ഞു. അവ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ കൊണ്ടത് നടക്കുന്നതായിരുന്നു. നീ ചുമ്മാ ഞാൻ പോണ വീട്ടിൽ ജേഴ്സി ഇട്ട് കളിക്കാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ജേഴ്സിയെ കൊണ്ടുവന്ന് നമുക്ക് ജേഴ്സി ഇട്ട് കളിക്കാം. ഇതിന്റെ കാര്യം നോക്ക്. പുല്ല് കുറച്ചോണ്ട് കൊടുത്തില്ലെങ്കിൽ അമ്മച്ചി എടുത്തിട്ട് ഇടിക്കും. ഞാൻ പോണു. അരുണ് പറഞ്ഞു എവിടെ ജേഴ്സി കൊണ്ട് പറഞ്ഞു. നമ്മള് ജേഴ്സിയൊക്കെ പറഞ്ഞിരിക്കണ ജേഴ്സി അടിച്ചാ ബഹളം വെക്കല്ലേ നീ. എവിടെ പേര് നോക്കിയെടുത്ത്. ഇതെന്താ ജേഴ്സി എന്ന് പറഞ്ഞൊരു തുണിക്കടയിൽ ഓണക്കോടി എടുത്തോണ്ട് വന്നേക്കണം. എടാ ജേഴ്സി എന്ന് പറയുമ്പോ എല്ലാം ഒരേ കളറാണ്. ഇത് മഴവില്ലിട്ടാ നമ്മക്കല്ലേ നമ്മളെ തിരിച്ചറിയാൻ പറ്റും. പല കളറല്ലേ? നീയൊക്കെ ഇടറ ആദ്യം അങ്ങോട്ട് ഇട്ടേ, അവന്റെ ഭംഗിയൊന്നും അറിയാം. ഇത് ഇടാനെന്ന് പറഞ്ഞു കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടണം, അല്ലാതെ പിന്നെ ഇങ്ങനെ ഇടണം. അങ്ങനെ ഇടണം. ഇത് രസമില്ല ഇത് ഇങ്ങനെ ഇട്ടിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഒരു രസമില്ല. നോക്കിയാ രസമുണ്ട് അതിന്റെ അല്ല ഇത് ഇട്ടിട്ട് ഒരു രസമൊന്നുമില്ല. ഇത് നോക്കിയാ എടാ ഞാനൊരു കാര്യം പറയാം. അമ്മച്ചി പറഞ്ഞു പറയാണ്ടി കൊടുത്തിട്ടാണ് നിനക്ക് ഞാൻ ജേഴ്സിക്ക് പൈസ തന്നിട്ട്. ഈ ജേഴ്സി ഇട്ട് ഇത് എന്തിനാ മഴവില്ല? എടാ ഇത് കാണാൻ രസമില്ലെന്ന് നീയൊക്കെ അല്ലടാ പറയുന്നേ. എടാ നീയൊക്കെ ഒന്നിച്ചൊന്ന് തിരിഞ്ഞേടാ. നീ മുത്താണളിയോ? സത്യമായിട്ട് നീയൊക്കെ മനസ്സിലാക്കണം. സഞ്ജു എന്ന് പറഞ്ഞപ്പോ തന്നെ രോമാഞ്ചം കണ്ടോടാ. എന്റെ അഭിമാനാണ് സഞ്ജു, മലയാളികളുടെ ആവേശമാണ് സഞ്ജു. നീയൊക്കെ മനസ്സിലാക്കണം. ഫോം ഔട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയപ്പോഴേ അവരുടെ മുമ്പിലൂടെ തലങ്ങും വിലങ്ങും 6 അടിച്ച് അവരെ കൊണ്ട് കൈയടിപ്പിച്ചോടാ സഞ്ജു. അതിനപ്പുറത്തേക്ക് ലോക ക്രിക്കറ്റിന്റെ തലപ്പത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൊണ്ടെത്തിച്ച അത്ഭുത പ്രതിഭയാണ് സഞ്ജു. സഞ്ജു എന്ന ബ്രാൻഡിനെ ലോക ക്രിക്കറ്റിനും ലോകത്തിന് പരിചയപ്പെടുത്തിയ ഏട്ടായിയാണ് മലയാളത്തിന്റെ സ്വന്തം ചേട്ടായി സഞ്ജു ചേട്ടാ. കേറി വാടിച്ച് സഞ്ജു
നമ്മളെ ഗ്രൗണ്ടിൽ സഞ്ജു സാംസൺ തലയെടുപ്പോടെ നിൽക്കുന്ന കണ്ടാടാ. ഈ തലയെടുപ്പോടെ ലോക ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്നും തുടരുവാടാ. അത് മാത്രമല്ല ഇതുപോലെ തന്നെ ഇനി ഇടം പിടിച്ച് ഒരുപാട് ഉയരങ്ങളിലെത്തും. സഞ്ജു ചേട്ടാ, love you.